കേരളത്തിലുള്ള ജനങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളില് സ്വപ്നങ്ങളില് ഏറ്റവും വലിയത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും നിസ്സംശയം ഇപ്പോഴും പറയും നല്ലൊരു വീട് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ എടുക്കുന്ന പല ലോണുകൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് ഓഫ് മണി വരുന്നത്, അതുപോലെ തന്നെ ഏറ്റവും കാലാവധി വരുന്നത് ഹോം ലോണിന് തന്നെയാണ്. സോ നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചെറിയൊരു മിസ്റ്റേക്ക് പോലും ലക്ഷക്കണക്കിന് എമൗണ്ട് ആയിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് ബാങ്കിലോട്ട് എത്തിക്കുക. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സാധാരണയായി ഒരു ഹോം ലോൺ എടുത്തു കഴിഞ്ഞാൽ വ്യക്തികൾ വരുത്തുന്ന 5 കോമൺ മിസ്റ്റേക്കുകളാണ്. ഇതിലൂടെ ലക്ഷക്കണക്കിന് എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യത. സോ പുതിയൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഹോം ലോണിന് അപേക്ഷിക്കുന്ന വ്യക്തിയാവട്ടെ, ഓൾറെഡി ലോൺ എടുത്ത് റീപേ ചെയ്യുന്നവരാവട്ടെ, നിർബന്ധമായും ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് എമൗണ്ട് സേവ് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. സോ ഇതിൽ ആദ്യമായി പറയാനുള്ളൊരു കാര്യം, നമുക്ക് ഹോം ലോൺ എടുക്കുമ്പോൾ 2 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇത് അവൈലബിൾ ആണ്. നമ്പർ 1 ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നമ്പർ 2 ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം എന്താണ് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന ഹോം ലോണിൻ്റെ പലിശ 7% എക്സാമ്പിൾ വെക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു 30 വർഷത്തേക്കാണ് ഹോം ലോൺ എടുത്തിട്ടുള്ളതെങ്കിൽ ആ 30 വർഷവും നമ്മൾ കൊടുക്കുന്ന പലിശ എന്ന് പറയുന്നത് 7% ഫ്യൂച്ചറിൽ അതിൽ വ്യത്യാസമൊന്നും വരില്ല. ഇതിനെയാണ് നമ്മൾ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. ഇനി രണ്ടാമത് ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. എന്തിൻ്റെ ബേസിൽ? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ സെൻട്രൽ ബാങ്കാണ്, അവരുടെ വായ്പാ നയങ്ങളിൽ വരുന്ന മാറ്റം അനുസരിച്ച് അതിന് നമുക്ക് റിപ്പോ റേറ്റ് എന്നാണ് പറയാം. വായ്പാ നയങ്ങളിൽ വരുന്ന മാറ്റം അനുസരിച്ച് ബാങ്ക് നമുക്ക് നൽകുന്ന ഈ പലിശയിൽ കൂടാനും കുറയാനും സാധ്യതയുണ്ടെന്നുള്ളതാണ്. അത് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ലാസ്റ്റ് 1-2 പ്രാവശ്യമായിട്ട് ഈ റിപ്പോ റേറ്റ്, വായ്പാ നയങ്ങളിൽ വന്ന മാറ്റം കൊണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈ ഹോം ലോണിൻ്റെ ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എടുത്താലുള്ള ഗുണം. ഇപ്പം നമ്മൾ എടുക്കുമ്പോൾ ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എടുത്ത സമയത്ത് വായ്പ റേറ്റ് എന്ന് പറയുന്നത് 7% വെക്കുക. ലോണിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് RBIയുടെ റിപ്പോ റേറ്റിൽ വന്ന മാറ്റം കൊണ്ട് റിപ്പോ റേറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ഈ ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഇപ്പോൾ 7% ഉള്ളത് അവിടെ 7% ആവും. അല്ലെങ്കിൽ അതിനേക്കാൾ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ബെനഫിറ്റ് നമുക്ക് വളരെയധികം റിലീഫാണ് നൽകുക. ഒരുപാട് എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് എമൗണ്ട് അവിടെ നമുക്ക് ലാഭിക്കാൻ സാധിക്കുന്നുള്ളതാണ്. ദെൻ അത് മാത്രമല്ല, ഇവിടെ ഉണ്ടാകുന്ന മെയിൻ പ്രോബ്ലം, ബാങ്കുകൾ ഇങ്ങനെ റിപ്പോ റേറ്റിലൊക്കെ വായ്പാ നയങ്ങളിൽ മാറ്റം വരുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് കസ്റ്റമേഴ്സിനോട് കൺവേ ചെയ്യില്ല, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കില്ല. അവരുടെ വരുമാനത്തിൽ അവിടെ കുറവരല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വായ്പാ നയങ്ങളിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ബാങ്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത്രയായിരുന്നു, അത് കുറയില്ലേ, ബിക്കോസ് ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ പോയി ചോദിക്കണം. പലപ്പോഴും ബാങ്കുകൾ ഇനിയിപ്പോൾ അങ്ങനൊരു മാറ്റം വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലോട്ടോ അല്ലെങ്കിൽ ഇമെയിൽ ID അതിലേക്കാണ് അയക്കുക. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊന്നും പ്രോപ്പറായിട്ട് മെയിലൊന്നും ചെക്ക് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ വല്ലതും വന്നാൽ തന്നെ ഇതിനെപ്പറ്റി അറിയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബെനഫിറ്റ് ക്ലെയിം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ലക്ഷക്കണക്കിന് എമൗണ്ടാണ് ആ വകയിൽ പോവുക. അപ്പോൾ എപ്പോഴും വായ്പാ നയങ്ങളിൽ വരുന്ന മാറ്റം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി ലക്ഷക്കണക്കിന് എമൗണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവർ അറിയേണ്ടതാണ്. പേപ്പറിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് എമൗണ്ട് സേവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും നിങ്ങളുടെ ഫോൺ നമ്പറും മെയിൽ ID ഒക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കാനും ശ്രമിക്കുക. പിന്നെ ഏറ്റവും വേണ്ടത്, നമ്മൾ ഇങ്ങനൊരു മാറ്റം വന്നിട്ടും ബാങ്കുകൾ കുറച്ച് നൽകുന്നില്ലെങ്കിൽ നിങ്ങൾ പറയണം ഞങ്ങളിത് അല്ലെങ്കിൽ വേറൊരു ബാങ്കിലോട്ട് റീഫിനാൻസ് ചെയ്യുന്നുള്ളത്. എന്താണ് റീഫിനാൻസിങ് എന്നൊക്കെ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള, അതുകൊണ്ട് ഞാനിപ്പോൾ വീണ്ടും പറയുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് ഇത് വേറെ ബാങ്കിലോട്ട് മാറ്റാൻ പറ്റും. കാര്യമായിട്ടുള്ള ഫോർമാലിറ്റീസ് ഒന്നും അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ പറയുകയാണെങ്കിൽ
അവരെന്ത് ചെയ്യും, കുറച്ച് തരുന്നുള്ളതാണ്. കുറച്ച് തരണം, അത് അവരുടെ ഉത്തരവാദിത്തമാണ് ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണെങ്കിൽ. അപ്പൊ ഇതാണ് ആദ്യത്തെ പോയിന്റ് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത്, ഈ പറയുന്ന വായ്പ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഒരു വർഷത്തില്. അപ്പോ അതനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ബെനഫിറ്റ് ലഭിച്ചു എന്ന് വിചാരിക്കുക എങ്കിൽ ബാങ്ക് നെക്സ്റ്റ് ഒരു 3 ഓപ്ഷൻസ് ആണ് അവിടെ നൽകുക പലപ്പോഴും. ഇപ്പോൾ നിങ്ങളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം എമൗണ്ട് കുറവ് നിങ്ങൾ ബാങ്കിലോട്ട് അടച്ചാൽ മതി എന്നാണല്ലോ. അപ്പോൾ ബാങ്ക് നെക്സ്റ്റ് നമ്മളെ കോണ്ടാക്ട് ചെയ്യും. നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് അവിടെ നൽകും മെയിനായിട്ട്. നമ്പർ 1, ഈ സെയിം എമൗണ്ട് ഓഫ് EMI നമുക്ക് വേണമെങ്കിൽ കീപ്പ് ചെയ്ത് പോകാം. ഇപ്പോൾ നിങ്ങൾ മാസം അടയ്ക്കുന്നത് 30,000 രൂപയാണെങ്കിൽ ആ 30,000 രൂപ തന്നെ അടച്ചു പോവാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ കുറഞ്ഞു. അപ്പം എന്താ ഉണ്ടാവുക, നമുക്ക് നമ്മുടെ കാലാവധി ഡ്യൂറേഷൻ ഇപ്പോൾ 30 വർഷം ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ അത് 25 വർഷം കൊണ്ട് തന്നെ നമ്മുടെ ലോൺ ഫിനിഷ് ആവും. രണ്ടാമതുള്ള ഓപ്ഷൻ ആയിരിക്കും ബാങ്ക് ആദ്യം നിങ്ങളുടെ അടുത്ത് പറയാം, നിങ്ങൾക്ക് EMI എമൗണ്ട് അവർ കുറച്ച് നൽകും, 30 വർഷം തന്നെ അവിടെ കാലാവധി. മനസ്സിലായോ? EMI ഇപ്പോൾ 30,000 ഉള്ളത് ചിലപ്പോൾ 26,000 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരിക്കും, കാലാവധി 30 വർഷം തന്നെ. മിക്കവരും ഇത് കാണുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് എടുക്കുക. 26,000 അടച്ചാൽ മതിയല്ലോ, ഇനി മന്ത്ലി 4,000 രൂപ സേവ് ചെയ്യാൻ സാധിച്ചു, ആ എമൗണ്ട് വെച്ചിട്ട് ഇനി മാസം മര്യാദയ്ക്ക് അല്ലെ കുറച്ചും കൂടി ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് മിക്കവരും ചെയ്യുന്ന ഒരു അബദ്ധമാണ്, മിസ്റ്റേക്കാണ് 26,000 രൂപ എന്ത് ചെയ്യണു, കുറഞ്ഞ EMI ഓപ്ഷൻ എടുക്കും, കാലാവധി 30 തന്നെ വെക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ലക്ഷക്കണക്കിന് എമൗണ്ട് ആണ് അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും നഷ്ടപ്പെടാം. കാരണം എത്രത്തോളം ലോൺ എമൗണ്ട് നേരത്തെ അടയ്ക്കുന്നോ അത്രത്തോളം നമുക്ക് ലക്ഷക്കണക്കിന് എമൗണ്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ 2 ഓപ്ഷൻ ലഭിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഒന്നെങ്കിൽ ഈ സെയിം EMI കീപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ ഇൻക്രീസ് യുവർ EMI. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എത്രയും നേരത്തെ തന്നെ നിങ്ങൾ EMI ഓരോ വർഷം കഴിയുമ്പോൾ, ഇപ്പോൾ 30,000 രൂപയുള്ളത് നിങ്ങൾ പിന്നത്തെ ഇയർ ആകുമ്പോൾ ഒരു 5% അല്ലെങ്കിൽ 10% ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ അടയ്ക്കാൻ സാധിക്കുമെങ്കിൽ അത്രത്തോളം നേരത്തെ നിങ്ങളുടെ ഹോം ലോൺ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും, ലക്ഷക്കണക്കിന് എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞ് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ലഭിക്കുമ്പോൾ നിർബന്ധമായും ഒന്നുകിൽ സെയിം EMI അടച്ചു പോവുക, അതല്ലെങ്കിൽ EMIയുടെ എമൗണ്ട് കൂട്ടാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും കുറഞ്ഞ EMI ഓപ്ഷൻ എടുക്കരുത്. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ള ഒരു കാര്യം, ബാങ്കുകൾക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ലോൺ എമൗണ്ട് നമ്മൾ നേരത്തെ അടച്ച് ലോൺ ക്ലോസ് ചെയ്യുന്നത്. ഇതിപ്പോൾ എനിക്ക് ലേറ്റസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം, ഒരു 4 വർഷം മുമ്പ് ഞാൻ എടുത്തിട്ടുള്ള ഒരു ലോൺ, ആ ലോൺ ഞാൻ നേരത്തെ തന്നെ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു. അതിൽ ബാലൻസ് ഇനി ഒരു 1.5 ലക്ഷം അല്ല 1,20,000 രൂപയാണ് അതിൽ പെൻഡിങ് ഉണ്ടായിരുന്നത്. അത് ക്ലോസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, ഡെറ്റ് ഫ്രീ ആവാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാങ്കിനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ആ ബാങ്കിൻ്റെ ബ്രാഞ്ചിലോട്ട് നേരിട്ട് വരണം, അതുമാത്രമല്ല അവിടെ പ്രീ ക്ലോഷർ ചാർജസ് വരും, എന്നാൽ മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ എന്നുള്ളതാണ്. അതല്ലാണ്ട് പോസിബിൾ ആവില്ല, ഞാനാണെങ്കിൽ നാട്ടിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നാട്ടിലോട്ട് ചെന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവർ പറയുന്നത് 1 രൂപ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം, പിന്നെ ആ 1 രൂപ പലിശ അവിടെ വരും, നിങ്ങൾക്ക് ലോൺ ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾ നേരിട്ട് തന്നെ വരണം. അപ്പോൾ ഇതെനിക്കുണ്ടായൊരു അനുഭവമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ യൂഷ്വലി പല ലോണുകൾക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ബട്ട് നിങ്ങൾ ഇവിടെ അപ്പോൾ ഇതിൻ്റെ ബേസിൽ പല വ്യക്തികളും എല്ലാ ലോണിലും ഈ സെയിം പ്രശ്നമാണെന്ന് വിചാരിക്കും. നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ മുൻകൂട്ടിയിട്ട് ഇങ്ങനെ അടച്ച് ഇത് അവസാനിപ്പിക്കുന്നത് പോസിബിൾ അല്ല എന്ന് ധരിച്ചു വയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ലോൺ എടുത്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് എങ്കിൽ നിങ്ങൾ പ്രീപേ ചെയ്യുന്ന സമയത്ത്, മുൻകൂട്ടി അടയ്ക്കുന്ന സമയത്ത് ഒരു ചാർജസും അവിടെ അഡീഷണൽ ആയിട്ട് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എടുക്കാം, അങ്ങനെയാകുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ്. പേ ചെയ്താൽ ബെനിഫിറ്റ് മാത്രമാണ്, അഡീഷണൽ ആയിട്ട് മറ്റ് ലോണുകൾക്ക് ഉണ്ടാവുന്ന പോലെ ചാർജസ് ഒന്നും ഇവിടെ വരില്ല. ഇനി നെക്സ്റ്റ് പറയാനുള്ളത്, ഹോം ലോൺ റീപേ ചെയ്യുമ്പോൾ റീപേയ്മെന്റ് സ്ട്രാറ്റജിയിൽ വരുന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ ഹോം ലോണിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണെന്നുള്ളത് ഇതിനേക്കാൾ മുമ്പുള്ള എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇപ്പം നമ്മൾ 30 വർഷത്തേക്ക് ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ EMI എമൗണ്ട് 30,000 രൂപയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു 20 വർഷവും അടയ്ക്കുന്ന മെജോറിറ്റി എമൗണ്ട് പോകുന്നത് പലിശയിലേക്ക് ആയിരിക്കും.
എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ 10 വർഷം നിങ്ങൾ ഇപ്പോൾ 30,000 രൂപ വെച്ചിട്ട് ലക്ഷക്കണക്കിന് എമൗണ്ട് അവിടെ അടച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ബാലൻസിന് എത്രയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും ഇപ്പോൾ എടുത്തത് നമ്മൾ 50 ലക്ഷത്തിൻ്റെ ലോണാണ് എങ്കിൽ അതിൽ ചിലപ്പോൾ 5 ലക്ഷം രൂപയായിരിക്കും ചിലപ്പോൾ മുതലിലേക്ക് പോയിണ്ടാവുക. ബാക്കിയൊക്കെ പലിശയിലേക്കായിരിക്കും പോയിണ്ടാവുക. ഇതാണ് ഹോം ലോണിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ പല വ്യക്തികളും ആദ്യത്തെ 20 വർഷവും ഇങ്ങനെ അടച്ചു പോയിട്ട് ലാസ്റ്റ് 10 വർഷമൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ അടയ്ക്കുന്ന EMI കൂടുതൽ പോർഷൻ മുതലിലോട്ടും കുറച്ച് പോർഷൻ റേറ്റ് ഈ പറയുന്ന ഇൻട്രസ്റ്റ് പലിശയിലോട്ടും പോകാം. അപ്പോൾ റീപേയ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയ എപ്പോഴാണ് കൂടുതൽ എമൗണ്ട് റീപേ ചെയ്ത് നമുക്ക് ഈ പറയുന്ന പലിശയിൽ ലാഭം കൊണ്ടുവരാൻ സാധിക്കുക? നിങ്ങൾ എത്രത്തോളം നേരത്തെ ഈ പറയുന്ന മുതലിലോട്ട് എമൗണ്ട് റീപേ ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമുക്ക് പലിശ ഇനത്തിൽ ലാഭം കിട്ടുന്നതാണ്. ഇപ്പം നിങ്ങൾ ആദ്യത്തെ നാളുകളിലാണ് ഇപ്പം 5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ കൂടുതൽ എമൗണ്ട് ബാങ്കിലോട്ട് റീപേ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങളുടെ ടോട്ടൽ പലിശ കുറയും. ഞാൻ എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 25 വർഷത്തെ ഹോം ലോൺ എങ്ങനെ 10 വർഷം കൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളത്. അതിൽ ഞാൻ 2 ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്പർ 1, ഒരു എക്സ്ട്രാ EMI അടയ്ക്കുക. ഒരു വർഷത്തിൽ ഇപ്പം നിങ്ങളുടെ EMI 30,000 രൂപയാണെങ്കിൽ നിങ്ങൾ എല്ലാ വർഷവും ഒരു വർഷത്തിൻ്റെ അവസാനം ആകുമ്പോൾ ഒരു EMI എക്സ്ട്രാ അടയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ശമ്പളത്തിലൊക്കെ വ്യത്യാസം വരില്ലേ, ആ എമൗണ്ട് നിങ്ങൾ ഇതിലോട്ട് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു വർഷം എക്സ്ട്രാ EMI, അതിൻ്റെ കൂടെ EMI ഇപ്പോൾ 30,000 ആണെങ്കിൽ അതിലൊരു 5% ഹൈക്ക് ഓരോ വർഷവും നിങ്ങൾ കൊണ്ടുവരാനും കൂടിയും ശ്രമിക്കുകയാണെങ്കിൽ 25 വർഷത്തെ ഹോം ലോൺ 10 വർഷം കൊണ്ട് അടച്ചവസാനിപ്പിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ സത്ത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ EMI അടയ്ക്കുമ്പോൾ ആ എമൗണ്ട് മുഴുവനായിട്ട് പോകുന്നത് മുതലിലോട്ടാണ്. മുതലിലോട്ട് എത്രത്തോളം നേരത്തെ എമൗണ്ട് എത്തുന്നു അത്രത്തോളം നമ്മുടെ പലിശ കുറയും. മനസ്സിലാവുണ്ടോ? അപ്പോൾ റീപേ ചെയ്യുമ്പോൾ നേരത്തെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് പലിശ ഇനത്തിൽ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് ടൈമിൽ പോയിട്ട് 5 വർഷം കൂടിയുള്ളൂ നമ്മുടെ ഹോം ലോൺ അവസാനിക്കാൻ വേണ്ടിയിട്ട്, ആ സമയത്ത് പോയിട്ട് കൂടുതൽ എമൗണ്ട് ബാങ്കിലോട്ട് അടച്ചത് അവസാനിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ബാങ്കിന് കിട്ടേണ്ട മെയിൻ പലിശയൊക്കെ അവർ നേരത്തെ തന്നെ എടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ അത് മുതലിലോട്ട് തന്നെ ഇനിയും പോവുക. ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ എല്ലാം അടയ്ക്കുന്ന എമൗണ്ട് മുതലിലേക്ക് ഇനിയും പോവുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോക്ക് മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ റിട്ടേൺ അവിടെ കിട്ടും. ഒരു 5 വർഷത്തിൽ കിട്ടാൽ തന്നെ ചിലപ്പോൾ 10-12% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഏത് സമയത്ത് റീപേ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ചെയ്താൽ മാത്രമേ ഇതിന് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് ടൈമിൽ പോയിട്ട് കൂടുതൽ എമൗണ്ട് നമ്മുടെ കയ്യിൽ സേവ് ചെയ്തൊക്കെ ഉണ്ട് അതുകൊണ്ട് അടയ്ക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ബെനിഫിറ്റ് ഇല്ല. അത് നിങ്ങൾ വേറെ എല്ലായിടത്തും ഇൻവെസ്റ്റ് ചെയ്യായിരിക്കും നല്ലത്. ബാങ്കിന് കിട്ടേണ്ട എമൗണ്ടൊക്കെ അവർ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അവർ മെനക്കെടാത്തതുകൊണ്ട് ലക്ഷക്കണക്കിന് എമൗണ്ടാണ് നമ്മൾ ഏൺ ചെയ്യുന്നത് ബാങ്കിലോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എമൗണ്ട് സേവ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാണ്, പല വ്യക്തികൾക്കും അറിയാത്തതാണ്. ലോണൊക്കെ അടച്ച് വീട്ടിയതിന് ശേഷം നമ്മുടെ കൊലാട്രൽ സെക്യൂരിറ്റി ഉണ്ട്, നമ്മുടെ ആധാരം, അതെപ്പോൾ കിട്ടും? പലർക്കും ഇത് കിട്ടുന്നില്ല, അവർ തന്നില്ല, അവരൊന്നും വിളിച്ചില്ല ബാങ്കുകാരെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് തിരിച്ചു തരണം എന്നുള്ളത് റൈറ്റാണ്, നമ്മുടെ റൈറ്റാ. ഓക്കെ, അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അവിടെ പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. ബാങ്കുകാർക്ക് ഈ പൈസ കിട്ടുന്ന കാര്യങ്ങളിൽ മാത്രമേ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുള്ളൂ, ബാക്കി കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കില്ല. അപ്പോൾ 30 ദിവസത്തിനുള്ളത് കിട്ടിയില്ലെങ്കിൽ നിർബന്ധമായും നിങ്ങൾ പോയി സംസാരിക്കണം എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫിനാൻഷ്യൽ അവയർനെസ്സിലൂടെ, ഫിനാൻഷ്യൽ ഡിസിപ്ലിനിലൂടെ ഫിനാൻഷ്യൽ ഫ്രീഡം നേടുക. സോ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. This is Kiran CS signing off. Have a nice day. Thank you.